ഹെൽത്ത് ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ നുണകളൊന്നും പറയരുത് കേട്ടോ. ക്ലെയിം കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടും. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് കരുതി സമാധാനമായിട്ടിരിക്കുകയാണോ നിങ്ങൾ? എന്നാൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും? 077 ഇന്ന് സംസാരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ വരുത്തി വയ്ക്കുന്ന മാരകമായ ചില വിപത്തുകളെ പറ്റിയാണ്. ഇൻഷുറൻസ് എടുക്കുമ്പോൾ പലരും ചെയ്യുന്നൊരു തെറ്റാണ് നിലവിലുള്ള അസുഖങ്ങൾ മറച്ചു വയ്ക്കുക എന്നുള്ളത്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ്, പ്രഷർ, ഷുഗർ അല്ലെങ്കിൽ പണ്ട് കിടന്ന സർജറികൾ, ഇതെല്ലാം പോളിസി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വ്യക്തമാക്കിയിരിക്കണം. ഇപ്പോൾ അസുഖമൊന്നും ഇല്ലല്ലോ എന്ന് കരുതി നിങ്ങളത് പറയാതിരുന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ പഴയ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് കമ്പനി നിങ്ങൾ ഇതിൽ മറച്ചു വെച്ചു എന്നുള്ളത് കണ്ടുപിടിക്കുകയും അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. സത്യം പറയുന്നത്, ചിലപ്പോൾ നമ്മളുടെ പ്രീമിയം അല്പം കൂട്ടിയേക്കാം, പക്ഷേ പണം കിട്ടുന്നത് ഉറപ്പുവരുത്തും. 2 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ചില അസുഖങ്ങൾക്ക് 2 മുതൽ 4 വർഷം കഴിഞ്ഞ് മാത്രമേ ക്ലെയിം കിട്ടുകയുള്ളൂ. അതേതാണെന്ന് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കുക. ഹോസ്പിറ്റൽ മുറിയുടെ വാടകയ്ക്ക് ഒരു പരിധി ഉണ്ടോ എന്ന് നോക്കുക. പരിധി കൂടിയാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പേ ചെയ്യേണ്ടി വരും. ഇൻഷുറൻസ് എന്നതൊരു ടാക്സ് സേവിങ്സ് മാത്രമല്ല, അത് നമ്മുടെ ഒരു ആപത്ഘട്ടത്തിൽ ഒരു കവചം തന്നെയാണ്. നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിലെ നിബന്ധനകൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? നോക്കുക, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നല്ല പോളിസികൾ തിരഞ്ഞെടുക്കാനും 077 നിങ്ങളോടൊപ്പം. അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും പ്രവർത്തിച്ച് നന്നായിട്ട് മുന്നേറാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം 077 ഒരുക്കുന്നു. നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസിയും നിങ്ങൾക്ക് ഒരൊറ്റ കോഡിൽ തന്നെ നിങ്ങൾക്ക് അത് കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്യുവാൻ കഴിയുന്നതാണ്. 077 കൂടുതൽ വിശദമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. താങ്ക്